അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ പ്രഹ്ലാദ് ജാനി എന്നൊരു സന്യാസിയെ പ്രവേശിപ്പിച്ചു. രോഗം മാറ്റാനോ പരിശോധിക്കാനോ അല്ല. 70 വർഷത്തോളം വെള്ളമോ ഭക്ഷണമോ കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ സന്യാസിയുടെ വാദം തെളിയിക്കാനാണ്. നടത്തിയ പരിശോധനകളിൽ തെളിഞ്ഞ കാര്യങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. സന്യാസിയുടെ തലച്ചോറിൻ്റെ പ്രായം മെഡിക്കലി വെറും 25 വർഷം മാത്രമാണ്. ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ ശരീരത്തിൽ പ്രവേശിച്ചതിൻ്റെ ഒരു ലക്ഷണവും കാണാനും സാധിക്കുന്നില്ല. ഇത് മായാജാലമല്ല, സ്വന്തം ഊർജങ്ങളെ നിയന്ത്രിക്കാൻ അറിയുന്ന യോഗികളുടെ ജ്ഞാനമാണ്. ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ആവുന്നത് വൈദ്യുതിയുടെ സഹായത്താലാണ്. സസ്യങ്ങളിൽ സങ്കീർണമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് സൂര്യകിരണങ്ങളുടെ ഓജസ്സാലാണ്. നമ്മൾ മനുഷ്യരാകട്ടെ ഊർജം സ്വരൂപിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയുമാണ്. ഇവിടെ പലരും തിരിച്ചറിയാത്ത കാര്യം, ഭക്ഷണം കേവലം വിശപ്പടക്കാനോ അല്ലെങ്കിൽ ശാരീരികമായ ഉന്മേഷം പകരാനോ മാത്രമുള്ളതല്ല. മറിച്ച് പ്രപഞ്ചത്തിൽ അനന്തമായി കിടക്കുന്ന ഊർജങ്ങളെ എളുപ്പത്തിൽ ശരീരത്തിൽ സ്വീകരിക്കാനും അതുവഴി നിങ്ങളിൽ പോസിറ്റീവ് എനർജിയുടെ അളവ് വർദ്ധിപ്പിക്കാനും പ്രകൃതി നൽകിയ വരദാനം കൂടെയാണ്. പക്ഷെ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും പോസിറ്റീവ് എനർജിയാണ് ഉള്ളതെന്ന് പറയാനും സാധിക്കില്ല. ചില പദാർത്ഥങ്ങൾക്ക് നിങ്ങളെ വീക്കാക്കാനും ഓൾറെഡി നിങ്ങളിലുള്ള പ്രാണിക് എനർജിയെ അശുദ്ധമാക്കാനും കഴിയും. ഈ കാരണത്താൽ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. ആയുർവേദത്തിൽ ഭക്ഷണത്തെ 3 തരത്തിൽ വേർതിരിക്കുന്നു: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഭൂരിഭാഗം സസ്യാഹാരങ്ങളും സാത്വിക് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയാണ്. കാരണം മറ്റേത് പദാർത്ഥങ്ങളെക്കാളും പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഊർജങ്ങളെ ആകർഷിക്കാനും ശേഖരിക്കാനും സസ്യങ്ങൾക്ക് അനായാസം സാധിക്കും. ഇങ്ങനെ ശേഖരിക്കുന്ന ഊർജങ്ങൾ ക്രമേണ പ്രാണിക് എനർജിയായി കൺവേർട്ട് ആവുകയും ഭൂമിയിലുള്ള എല്ലാ ജീവജന്തുക്കൾക്കും കഴിക്കാൻ പറ്റുന്ന വിധം സ്വയം പരിവർത്തനപ്പെടുകയും ചെയ്യും. ഭക്ഷ്യയോഗ്യമായ ഏത് പദാർത്ഥത്തെ എടുത്ത് നോക്കിയാലും അത് വളരുന്ന മരത്തിൻ്റെ അല്ലെങ്കിൽ ചെടിയുടെ വേര് മുതൽ ഇലകൾ വരെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രയോജനപ്പെടുന്നവയാണ്. ഇതിനെല്ലാം കാരണം കോസ്മിക് എനർജിയെ ദീർഘനേരത്തേക്ക് ശേഖരിച്ച് വയ്ക്കാനുള്ള സസ്യങ്ങളുടെ എബിലിറ്റിയാണ്. സ്വാഭാവികമായും ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രാണിക് എനർജി എപ്പോഴും ഹയർ ആയിരിക്കും. എരിവുള്ള, ചൂടേറിയ, അസിഡിക് നേച്ചറുള്ള ഭക്ഷണങ്ങളാണ് രജസിക് ഫുഡ്. സത്വഗുണമുള്ള ഭക്ഷണത്തിൽ അടങ്ങുന്ന പ്രാണിക് എനർജിയെക്കാളും 75% കുറവായിരിക്കും രജസിക് കാറ്റഗറിയിലുള്ള ഭക്ഷണത്തിന്. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വേഗം കൂടുകയും മുന്നറിയിപ്പില്ലാതെ ബ്രേക്ക് ചെയ്യുകയും ചെയ്താൽ എന്താണോ സംഭവിക്കുക, അതിന് തുല്യമായ റിയാക്ഷനാണ് നിങ്ങളുടെ എനർജി ബോഡിയിലും രജസിക് ഫുഡ് കാരണം ഉണ്ടാവുന്നത്. ഇത്തരം ഭക്ഷണങ്ങൾ അമിതമായി കഴിച്ചാൽ പ്രാണിക് ബോഡി ഡിസ്റ്റർബ് ആവുകയും മനസ്സിൻ്റെ ഉന്മേഷം എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും. മത്സ്യം, മാംസം പോലുള്ള ഭക്ഷണങ്ങളാണ് താമസിക് ഫുഡ്. ഈ ഭക്ഷണത്തിലെ പ്രാണിക് എനർജി എന്നും തികച്ചും 0 ആണ്. ഇതുകൂടാതെ ശരീരത്തിലെ അസിഡിക് ആൻഡ് ആൽക്കലൈൻ ബാലൻസ് തെറ്റിച്ച് അസിഡിക് ലെവൽ ലിമിറ്റിൽ കൂടുതലാവാനും താമസിക് ഫുഡ് കാരണമാകാറുണ്ട്. ലിമിറ്റിൽ കൂടുതൽ അസിഡിറ്റി ആയാൽ ആ ശരീരം ലോകത്തുള്ള മിക്ക രോഗങ്ങളുടെയും വാസസ്ഥലമാവുകയും മാരകമായ രോഗങ്ങൾ അനായാസം കോശങ്ങളിൽ വളരുകയും ചെയ്യും. അസിഡിക് ബോഡി ക്രിയേറ്റ്സ് മോർ ഡിസീസസ് എന്നത് മെഡിക്കലി പോലും പ്രൂവ് ചെയ്ത കാര്യവുമാണ്. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഏത് പാതയാണോ സ്വീകരിക്കുന്നത് അതനുസരിച്ചായിരിക്കണം തിരഞ്ഞെടുക്കുന്ന കാറ്റഗറിയും. ആത്മീയതയാണ് പ്രധാന ലക്ഷ്യമെങ്കിൽ, നിത്യവും സാധനങ്ങൾ അഭ്യസിച്ച് ഊർജങ്ങളെ ശക്തിയേറിയതാക്കാനാണ് ലക്ഷ്യമെങ്കിൽ സ്വീകരിക്കേണ്ടത് സാത്വിക ഭക്ഷണമാണ്. മുൻപ് വ്യക്തമാക്കിയ പോലെ ഊർജങ്ങളെ നിരന്തരമായി എല്ലാ നാഡികളിലൂടെയും ചാനൽ ചെയ്യാൻ ശുദ്ധമായ ശരീരം വേണം. അതേപോലെ ശ്വസിക്കുന്ന പാറ്റേൺ ലൈറ്റ് ആൻഡ് മിനിമൽ ആയിരിക്കണം. ഈ സ്ഥിതിയിൽ മാത്രമേ പ്രാണൻ തീവ്രമായി പ്രവർത്തിക്കുകയുള്ളൂ. ഓൾറെഡി നിങ്ങൾക്കുള്ള ഊർജങ്ങൾ എല്ലാ ചക്രങ്ങളിലൂടെയും സഞ്ചരിക്കുകയുള്ളൂ. ഈ കാരണത്താലാണ് യോഗികളും സന്യാസികളും അഡ്വാൻസ് യോഗ പ്രാക്ടീസുകൾ ചെയ്യുന്ന സാധകരും സ്ട്രിക്റ്റായ വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ആഴമേറിയ ചിന്തയും ആലോചനയും മനഃശക്തിയും ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ രജോ ഗുണമുള്ള ഭക്ഷണമാണ് യോജിക്കുക. ഇനി അമിതമായ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ താമസിക് ഭക്ഷണത്തെ ആശ്രയിക്കാം. ഇത്തരം ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ കൂടുതൽ നേരം ശാരീരികമായി ആക്റ്റീവ് ആക്കാൻ നിങ്ങളെ സഹായിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, രജസിക് ആൻഡ് തമസിക് ഭക്ഷണം ധാരാളം കഴിക്കുന്നവർ അതിനോടൊപ്പം 30% സാത്വിക് കാറ്റഗറിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ആ ബാലൻസ് ഇല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സ്പിരിച്വൽ പാത്തിൽ സഞ്ചരിക്കുന്നവർ മാംസാഹാരങ്ങൾ കഴിക്കരുത് എന്ന് ഉപദേശിക്കുന്നത് മതത്തിൻ്റെ പേരിലോ വിശ്വാസത്തിൻ്റെ പേരിലോ അല്ല. വിവിധ സാധനങ്ങളിലൂടെ
പ്രാണിക് എനർജി വർദ്ധിപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുമ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ അതിന് വിപരീതമായി പ്രവർത്തിച്ച് പ്രാണനെ ഇല്ലാതാക്കുന്നു. ഒരു ലിമിറ്റിൽ കൂടുതലായാൽ സാധനയിലൂടെ ലഭിക്കുന്ന പ്രാണന്റെ വലിയ പങ്ക് ഈ ഒരൊറ്റ മിസ്റ്റേക്ക് കാരണം നഷ്ടപ്പെട്ടു പോകും. നോൺ വെജിറ്റേറിയൻ പൂർണ്ണമായും ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി 80% കുറയ്ക്കുക. ആത്മീയപാതയിലുള്ളവർ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്.